വെച്ചാൽ സാഹചര്യം പോലെ വണ്ടി വരുമ്പോൾ ഞങ്ങൾ കയറും, അത്രയേ ഉള്ളൂ. അല്ലാതെ അതിന് ഇടിച്ചു കയറലൊന്നുമില്ല. ഇടിച്ചു കയറലൊന്നുമില്ല. വണ്ടി ഇപ്പോൾ ഞാനിപ്പോൾ അങ്കമാലിയിൽ വന്നു, അത്താണിക്ക് എനിക്കൊരു ബസ് ഇതിങ്ങനെ കണ്ടു, ഫസ്റ്റ് ബസ്. അപ്പോൾ അതിനകത്ത് കയറി. അത്ര ഇടിച്ചു കയറി അങ്ങനെ നമ്മൾ പൈസയ്ക്ക് വേണ്ടിയിട്ട് മാത്രം നോക്കണില്ല. കാണുന്ന ബസ്സിന് കയറും. പ്രൈവറ്റ് ആണെങ്കിൽ പ്രൈവറ്റ് ട്രാൻസ്പോർട്ട്. അതായത് മക്കളെ സ്വകാര്യ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലേക്ക് പഠിക്കാനയക്കും, പക്ഷേ ബസ്സിൽ സൗജന്യം കണ്ടു കഴിഞ്ഞാൽ തള്ളിക്കയറുന്നു എന്നുള്ളൊരു പ്രതികരണം അങ്ങനെ എനിക്ക് തോന്നണില്ല. അങ്ങനെ തള്ളിക്കയറണം എന്നുള്ളത് തോന്നണില്ല. ഒരു കണക്ക് പറഞ്ഞാൽ കുറച്ചൊക്കെ ചെയ്യുന്നത് തെറ്റ് തന്നെയാണ്. കാരണം സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ട് ഇല്ലാത്തവർ സാധാരണ ബസ് തന്നെ യൂസ് ചെയ്യണം, മറ്റേ ബസ് യൂസ് ചെയ്യണം. ഇത് കുറച്ച് സാമ്പത്തിക ബുദ്ധിമുട്ടുള്ളവർക്ക് വേണ്ടിയിട്ടും കൂടിയാണല്ലോ കണക്കാക്കിയേക്കണത്. അല്ലാത്തവർക്ക് യാത്ര ചെയ്തെന്ന് വെച്ച് കുഴപ്പമൊന്നുമില്ല. പക്ഷേ എങ്കിലും അത് ഒക്കേഷണലി ആണെങ്കിൽ നല്ലതായിരിക്കും. കാരണം സ്ഥിരം യാത്ര ചെയ്യുമ്പോൾ മറ്റുള്ളവരുടെ ചാൻസസ് കുറയാണല്ലോ. കൂടുതലും സാമ്പത്തിക ബുദ്ധിമുട്ടുള്ളവർക്ക് അനുകൂലിക്കണം എന്നാണ് എൻ്റെ അഭിപ്രായം. നാലഞ്ചിന് അർഹതപ്പെട്ടവർക്ക് കൊടുക്കാം. ഇത് 1 ലക്ഷം 1.5 ലക്ഷം രൂപ ശമ്പളം മേടിക്കുന്നവർ, അതുപോലെ 2000-3000 രൂപയുടെ ചെരുപ്പിട്ട് കൊണ്ട് വരുന്നവരിന് ഈ ഫ്രീക്ക് വേണ്ടി ഓടി ഇറങ്ങുന്നത്. അതേസമയം വല്ല മുൻഗണന അടിസ്ഥാനത്തിൽ കൊടുക്കാം. അല്ലെങ്കിൽ പിള്ളേർക്ക് കൊടുക്കാം, സ്കൂളിൽ പോകുന്ന പിള്ളേർക്ക് കൊടുക്കാം, അല്ലെങ്കിൽ പ്രായമായവർക്ക് കൊടുക്കാം, അല്ലെങ്കിൽ ജീവിക്കാൻ മാർഗമില്ലാത്തവർക്ക് കൊടുക്കാം. ഇത് വിവേകപൂർണ്ണമായിട്ടുള്ള ഒരു തീരുമാനമല്ല ഇത് എൻ്റെ അഭിപ്രായത്തിൽ. കാരണം അർഹതപ്പെട്ടവരുടെ കയ്യിലല്ല കിട്ടുന്നത്. യഥാർത്ഥത്തിൽ സ്ത്രീകളെ വഞ്ചിക്കുകയാണ് അദ്ദേഹം ചെയ്തിട്ടുള്ളത്. ഇത്ര നല്ലൊരു പദ്ധതി എന്ന് പറഞ്ഞ ഇലക്ഷന് മുമ്പ് വലിയ കാര്യത്തിന് കൊട്ടിഘോഷം നടത്തിയിട്ട് യഥാർത്ഥത്തിൽ ബസ് സൗകര്യം പ്രോപ്പറായിട്ടില്ല. അതോടൊപ്പം തന്നെ അത് ഉപയോഗിക്കുന്ന സ്ത്രീകളെ അവഹേളിക്കുന്നൊരു സ്റ്റേറ്റ്മെൻ്റ് ആയിട്ടാണ് എനിക്ക് തോന്നിയത്. ഇപ്പോൾ മൊബൈൽ സ്ക്രോൾ ചെയ്തപ്പോൾ കണ്ടിരുന്നു. അദ്ദേഹം സ്ത്രീ സമൂഹത്തോട് മാപ്പ് പറയാം. അതാണ് വേണ്ടത്. കാരണം സൗജന്യം കൊടുത്തിട്ട് പിന്നെ അതിനെ പരാമർശിക്കുന്നതിൽ യാതൊരു അർത്ഥമില്ല. അദ്ദേഹം എന്തായാലും അദ്ദേഹത്തിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് വളരെ മോശമാണ്. അതിനെതിരെ എന്താ പറയുക, അദ്ദേഹം സ്ത്രീകളോട് മാപ്പ് പറയാം. അതാണ് എനിക്ക് പറയാനുള്ളത്. അല്ല, നമ്മൾ സർക്കാരിൻ്റെ പരമായിട്ട് നമ്മളൊന്നും പറയാനില്ല. പക്ഷേ സ്ത്രീകൾ ഇത് ഒരുപാട് ആശ്രയിക്കുന്നുണ്ട്. സ്ത്രീകൾ ഇതിനകത്ത് ഈ വണ്ടി തന്നെ നോക്കി നിന്ന് കയറുന്നവരുണ്ട്. അതായത് പ്രിയദർശിനി വണ്ടി നോക്കിയിട്ട് പ്രിയദർശിനി വണ്ടിയാണോ എന്ന് ചോദിച്ചിട്ട് കയറുന്ന ആൾക്കാരുണ്ട്. ഒരുപാട് വ്യത്യാസമുണ്ട്. കാരണം പ്രൈവറ്റ് ബസ്സിൽ യാത്ര ചെയ്യുന്ന ആൾക്കാർ കൂടുതലും ഇപ്പോൾ യാത്ര ചെയ്യുന്നത് KSRTC അതും പ്രിയദർശിനി ബസ് നോക്കിയിട്ട് യാത്ര ചെയ്യും. അത് അവർക്ക് ഗുണമാണെന്ന് അവർ പറയണം. അതുകൊണ്ട് അവർ യാത്ര ചെയ്യുന്നത് കൂടുതൽ ആൾക്കാരുണ്ട്. മറ്റൊരു കാര്യത്തിനായിട്ട്, അതായത് പഠനാവശ്യങ്ങൾക്കായിട്ട് സർക്കാർ സ്കൂളിലല്ല സ്വകാര്യ സ്കൂളുകളെ സമീപിക്കും. എന്നാൽ ബസ് യാത്രയ്ക്കായിട്ട് പ്രിയദർശിനിയെ മാത്രം സമീപിക്കുന്നു. ഞാൻ പറയണ ഇപ്പോൾ പുരുഷന്മാർ ഇന്ത്യൻ പൗരന്മാരല്ലാതെ ആക്കി കളഞ്ഞു എന്നാണ് ഞാൻ പറയണത് ഈ പ്രിയദർശിനി വന്നോടുകൂടി. കാരണം എപ്പോഴും പിന്തള്ളപ്പെടുന്ന ഒരു വിഭാഗമാണ് പുരുഷന്മാർ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സമത്വമില്ലായ്മ. എന്നാൽ കേരളത്തിൽ പറയണത് നമുക്കെല്ലാം സമത്വം വേണമെന്ന്, പക്ഷേ ഒന്നുമില്ലാത്തൊരവസ്ഥയിലേക്ക് എത്തിയെന്ന് എനിക്ക് പറയാനുള്ളൂ. പിന്നെ അതുപോലെ നമ്മളിപ്പോൾ ഒരു മനുഷ്യൻ്റെ ഒരു ബേസിക് നീഡ് എന്ന് പറഞ്ഞാൽ ഒന്ന് യൂറിൻ പാസ് ചെയ്യുക, അതിനുള്ള ഒരു സംവിധാനങ്ങൾ ഒരു ഇല്ല. ഇപ്പോൾ ഞാനൊരു 5 രൂപ കൊടുത്ത് ഒരു യൂറിൻ പാസ് ചെയ്യാൻ പോയപ്പോൾ അവിടെ കയറാൻ പറ്റില്ലാത്ത രീതിയിൽ എന്നാൽ 5 രൂപ അവർ മേടിക്കുന്നുണ്ട്. എന്നാൽ ഗവൺമെൻറ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നോക്കി അതിൻ്റെ വൃത്തിയായ രീതിയിൽ നമ്മൾ പോകുന്ന യാത്രക്കാർക്ക് അങ്ങനെയുള്ള രീതി അറ്റ്ലീസ്റ്റ് അതെങ്കിലും ഒരു പുരുഷന്മാർക്ക് അതെങ്കിലും ചെയ്തു കൊടുക്കാൻ ഗവൺമെൻറ് താല്പര്യമാണ്. കാരണം സ്ത്രീകൾക്ക് കൊടുക്കേണ്ടതെന്ന് പറഞ്ഞാൽ അതിനൊരു കാറ്റഗറി വേണം. ഇത് കാറ്റഗറി ഒന്നുമില്ല. ഗവൺമെൻറ്റിന് ഒരു അധിക ബാധ്യത എന്നല്ലാണ്ട് കുറച്ചൊക്കെ ആൾക്കാർക്ക് ഇതുണ്ട്. ഇപ്പോൾ 1 ലക്ഷം രൂപ മേടിക്കുന്ന ഒരാൾക്ക് അവർക്ക് നിങ്ങളിത് കൊടുക്കുക. എന്തടിസ്ഥാനത്തിൽ അവർക്ക് കൊടുത്തിരിക്കുന്നത്? ഇപ്പോൾ ഒരു 50,000 അല്ലെങ്കിൽ 60,000 പെൻഷൻ മേടിക്കുന്നത് അവർക്ക് എന്തടിസ്ഥാനത്തിലാണ് കൊടുക്കുന്നത്? അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ പൗരന്മാരെ 2 തട്ടിലാക്കുക, പുരുഷന്മാരെ ഒന്ന് പറഞ്ഞാൽ 0 ആക്കി കളഞ്ഞ ഒരു ഇതായിട്ട് എനിക്ക് പറയാനുള്ളൂ. ഞാനൊരു ഇന്ത്യൻ പൗരനെന്ന രീതിയിൽ എനിക്ക് പറയാനുള്ളത്. സ്ത്രീകൾക്ക് ഇങ്ങനെ ഒരു അവസരം വരുമ്പോൾ അവളത് യൂട്ടിലൈസ് ചെയ്യുക തന്നെയല്ലേ വേണ്ടത്. ലൈക്ക് വെൻ ദേ ഹാവ് ദ ഓപ്പർച്യൂണിറ്റി ദേ ഷുഡ് യൂട്ടിലൈസ് ഇറ്റ്. ഓപ്പർച്യൂണിറ്റി ഉള്ളത് അവർ യൂട്ടിലൈസ് ചെയ്യുന്നു. ദാറ്റ്സ് ഇറ്റ്. എനിക്ക് അധികം ഒന്നും പറയില്ല. ദാറ്റ്സ് ഇറ്റ്.